മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കയ്യടിയോടെയാണ് മാനന്തവാടിയിലെ ജനങ്ങൾ തണ്ണീർക്കൊമ്പനെ യാത്രയാക്കിയിരുന്നത്. പിന്നീട് തണ്ണീർ ചെരിഞ്ഞെന്ന വിവരമെത്തുമ്പോൾ ചെരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് തോന്നിയത്. നമ്മൾ അത് തന്നെ ഒരു കുടുംബത്തിലെ അംഗം പോലെ രാവിലെ മുതലേ ഇങ്ങനെ ആയിട്ട് ഒരു അക്രമമൊന്നും കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാട്ടാനയുടേതായ യാതൊരു പ്രശ്നങ്ങളും ഞങ്ങൾ ഈ ഭാഗത്ത്, ഞങ്ങൾ 2 കൂട്ടരുമാണ് അടുത്തുള്ളത്, ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഒരു പാവം പിടിച്ച് സങ്കടമായി, വല്ലാത്ത സങ്കടം. പക്ഷെ ഇന്ന് കാലത്തെ വാർത്ത കേട്ട പിന്നെ ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാണ്. ഞങ്ങളെ കുടുംബത്തിലൊരു അംഗം പോയതിന് തുല്യം തന്നെയാണ്. ഞങ്ങൾക്ക് മനോവിഷമം വളരെയധികം ഉണ്ട്. കണക്ക് കൂട്ടി അത്രയും ഇല്ലെങ്കിലും വാഴകൾ നശിച്ച കർഷകർക്കും പറയാനുള്ളത്, കൃഷി എന്തായാലും നശിച്ചു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടവൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്ത കൃഷികളൊക്കെയാണ്. ഇന്നലെ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ വാർത്ത അറിഞ്ഞ് നോക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. ഇത് കൃഷി പോയതിനെക്കാട്ടി ഒരു വിഷമം നമുക്ക് ആന ചെരിഞ്ഞെന്നറിഞ്ഞപ്പോഴാണ്. തണ്ണീർ ചെരിയാനുള്ള കാരണം എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ആരെയും ഉപദ്രവിക്കാതെ കടന്നുപോയ ഒരാനയാണ്. ആ സമയങ്ങളിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന സ്ഥലമാണിത്. ആരെയും ഉപദ്രവിക്കാതെ തന്നെ അത് ആ വയലിലേക്ക് ഇറങ്ങി. പിന്നെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളത് ശരിക്കും കൃത്യമായ ഒരു അന്വേഷണവും ഒരു ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതാണത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കെ വി രാഹുലാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് മാനന്തവാടിക്കാരെ മുൾമുനയിൽ നിർത്തിയത്. ശരിയാണ്, ആ ഒരു പരിഭ്രാന്തിക്കിടയിൽ കൂടി അവരെങ്ങനെയെങ്കിലും ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി കാര്യങ്ങൾ മാറി. അവരേറെ ദുഃഖത്തോടെയാണ് സംസാരിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. സാധാരണ കാട്ടാനകളെ പോലെ ഒരു ശല്യവും ഒരു പ്രശ്നവും തണ്ണീർക്കൊമ്പൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പലരും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അതായിരിക്കാമല്ലേ ഇവർ ഇത്രയും വൈകാരികതയോടുകൂടി ഇങ്ങനെ സംസാരിച്ചത്. അത്രത്തോളം ദുഃഖവും ഉണ്ട് അവർക്കല്ലേ? അതായത് ആനയെ അവിടെ നിന്ന് പിടികൂടി വനത്തിലേക്ക് കൊണ്ടുപോയി രംഗമൊക്കെ ശാന്തമായതിനു ശേഷമാണ് ആൾക്കാർക്ക് ശ്വാസം നേരെ വീണത് എന്നതാണ് ശരിയായൊരു കാര്യം. കാരണം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. നഗരമധ്യത്തിലാണ് ഒരു കാട്ടാന എത്തുന്നത്. ഇത് നാട്ടാനയല്ല, വളർത്താനയല്ല, ഉത്സവത്തിനൊക്കെ എത്തിച്ച് അങ്ങനെ ഓടിപ്പോകുന്ന ഒരു ആനയൊന്നുമല്ല. കാട്ടാന അതായത് നേരത്തെ തന്നെ പിടികൂടി വനത്തിൽ കർണാടക തുറന്നുവിട്ട് റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആനയാണ്. അത് കിലോമീറ്ററുകളോളം നടന്ന് മാനന്തവാടി നഗര മധ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതിനു മുൻപ് മാനന്തവാടിയിൽ ഒരു കാട്ടാന ഇറങ്ങിയത് 35 വർഷം മുൻപ് ആണ് എന്ന് അനുഭവസ്ഥർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിലൂടെയാണ് മാനന്തവാടി കടന്നുപോയിരുന്നത്. ആന വന്ന് മണിക്കൂറുകളോളം അവിടെ നിലയുറപ്പിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ വൈകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ തന്നെ പ്രതിഷേധത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു. എന്നാലും അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് വരുന്നത്. വൈകുന്നേരത്തോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് ആ വാഴത്തോട്ടത്തിൽ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ കാണിക്കുന്ന വാഴത്തോട്ടത്തിൽ ആന നിലയുറപ്പിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നീങ്ങി എന്നുള്ളതാണ് കാര്യം. കാരണം എങ്ങോട്ട് പോയാലും, ഒരു ഭാഗത്ത് ന്യൂമാൻസ് കോളേജാണ്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതുകൊണ്ട് കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരുന്നു. ന്യൂമാൻ കോളേജാണ്. ഒരു ഭാഗത്ത് നിരവധി വീടുകളുള്ള കോളനിയാണ്. മറുഭാഗത്തേക്കാണ് ഇന്ത്യ സാന നടന്നു പോകുന്നതെങ്കിൽ ഒരു കുന്ന് കയറിക്കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട റോഡാണ്, നഗരമാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജൊക്കെ വരുന്ന മേഖലയാണ്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല എന്നത് ആശ്വാസമാണ്. അപ്പോൾ ഈ ആനയെ ഈ വാഴത്തോട്ടത്തിൽ തന്നെ നിർത്താൻ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് വനപാലകർക്ക് സാധിച്ചത്. ആദ്യഘട്ടത്തിൽ ഞാനീ പറഞ്ഞതുപോലെ നാട്ടുകാർ പരിഭ്രാന്തിയിലായിരുന്നു, വലിയ ആശങ്കയിലായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ദൗത്യമൊക്കെ തുടങ്ങിയ സമയത്താണ് അവർക്കൊരു ശ്വാസം നേരെ വീണതും. 3 കുങ്കിയാനകളൊക്കെ കാണുന്ന സമയത്ത്, നേരത്തെ അരിക്കൊമ്പൻ ദൗത്യത്തിൻ്റെ സമയത്തൊക്കെ വളരെ അരിക്കൊമ്പൻ മാത്രമല്ല, പാലക്കാടുണ്ടായ PT-7 ദൗത്യത്തിൻ്റെ സമയത്തൊക്കെ വളരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയ കുങ്കിയാനകളെ കണ്ട സമയത്തൊക്കെയാണ് ആളുകൾക്ക് ശ്വാസം നേരെ വീണത് എന്നതാണ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ശേഷം ആനയെ ഈ വാഹനത്തിൽ, എലിഫന്റ് ആംബുലൻസിൽ കയറ്റി ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ആളുകൾ കരഘോഷത്തോടെ കൈയടിച്ചും ശബ്ദമുണ്ടാക്കിയൊക്കെയാണ് ആനയ്ക്ക് യാത്രയപ്പ് നൽകിയത്. പക്ഷേ പിന്നീട് അവരെ തേടിയെത്തുന്ന വാർത്ത എന്ന് പറയുന്നത് രാവിലെ ഉണ്ടായ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നതാണ്. വനമേഖലയിൽ എത്തിച്ച് അവിടെ നിന്ന് ലോറിയിൽ ഇറക്കുന്നതിനിടെ ക്ഷീണം കാരണം കുഴഞ്ഞു വീണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്.
ആ സമയത്താണ് നാട്ടുകാർ ഇങ്ങനെ പറയുന്നത്. ഇത്രയും മണിക്കൂറൊക്കെ നമുക്ക് കൺമുൻപിൽ ഇങ്ങനെ ഉണ്ടായ ആളുകളാണ്. നമ്മൾ ഇപ്പോൾ കണ്ട വാർത്തയിൽ കൂടുതലായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വാഴത്തോട്ടത്തിൻ്റെ ആന നിലയുറപ്പിച്ച വാഴത്തോട്ടത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ പ്രതികരണമാണ്. കൺമുൻപിൽ ഇത്രയും സമയം നമ്മളത് കേട്ടതുമാണ്.